ആരും പോവല്ലേ, ഞാനേ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരട്ടെ. കുറച്ച് ബീപ്പൊക്കെ ഉണ്ട്, കേട്ടിട്ട് വന്നിട്ട് ഞാൻ കാര്യം എന്താന്ന് പറഞ്ഞുതരാം. മൊത്തം ബീപ്പാ. ദീപ്തി സീതത്തോട് വിഷയം എല്ലാവരും അറിഞ്ഞതാണല്ലോ. ഒരു ഓൺലൈൻ സംരംഭകയാണ്. ഓൺലൈൻ സംരംഭം ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ നമ്പറും മറ്റ് വ്യക്തിവിവരവും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കേണ്ടി വരുമല്ലോ. അത് കുറെ നിരമ്പന്മാരെടുത്ത് ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവെക്കാം. ഈ സമദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യനോട് ഒരു ഓൺലൈൻ ഞരമ്പൻ മോശമായിട്ട് പെരുമാറി. അപ്പൊ ഭർത്താവിന് ഉണ്ടായ ദേഷ്യവും പ്രതികരണവുമാണ് നിങ്ങളിപ്പോ കേൾക്കാൻ പോകുന്നത്. നീ എന്തിനാ കണ്ണി കണ്ട നമ്പറേ വിളിച്ചിട്ട് എനിക്ക് മുട്ടനൊക്കെ പറയാവുന്ന കണ്ട വീട്ടിൽ വന്നടിക്കണ അറിയില്ല എനിക്കെന്നെ ആരാളെന്നാ ആരോടാ ഫോൺ വിളിച്ചിട്ട് എനിക്ക് കിട്ടണ നമ്പറുകളിൽ വിളിച്ചിട്ട് നീ കിട്ടുമെന്ന് ചോദിക്കോ? പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. സ്വന്തം ഭാര്യനോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിലെ പെൺപിള്ളേരായാലും വീട്ടിലെ പെൺപിള്ളേരായാലും നമുക്ക് എല്ലാവരും ഒരുപോലെയല്ലേ. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മ അവരോട് സംസാരിക്കണം. ഈ ഞരമ്പന്മാർക്കൊന്നും ഇങ്ങനെ മറുപടി കൊടുത്താൽ പോരാ. ഞാൻ വിടണ വീട്ടിൽ ആള് വരണോ നിനക്ക്? ഇവനൊക്കെ നല്ല ചാട്ടവാറിനടിക്കണം. അപ്പൊ ഇവന്റെയൊക്കെ ക്രിമികടി അങ്ങ് തീരും. പറയാനുള്ളടാ, അത് നിന്റെ വോയിസ് ഈ പറയുന്ന ഫാമിലിയും കുടുംബവും മറ്റാർക്കുമില്ലേ. ഇവൻ മോശമായിട്ട് മെസ്സേജ് അയച്ച പെൺകുട്ടിക്കും കാണുമല്ലോ ഈ പറയുന്ന ഫാമിലിയും കുടുംബവും. അതെന്താ ഇവൻ ഓർക്കാത്തത്? ഇവന് മാത്രം ഈ പറഞ്ഞതെല്ലാം ഉള്ള അനക്ക് ഉള്ളതാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അനക്ക് ആ സാധനം ഉള്ളതാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. വിളിക്കണ്ട, നിക്ക. ഞാൻ വീട്ടിൽ വരും, കട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ വരും. വീട്ടിൽ കയറി അടിക്കും ഞാൻ. ഈ വോയിസ് ആയിരുന്നണ്ട ഫാമിലി ഉള്ളവനെ. അനക്ക് മുട്ടണെങ്കിൽ എന്റെ കുടുംബത്തിൽ കയറാ. അനക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നീ അങ്ങ് കേറി ഉണ്ടാക്കുവോ? ഞാൻ വീട്ടിൽ കയറട്ടെ. ഞാൻ വീട്ടിൽ വന്നിട്ട് ചോദിക്കട്ടെ എന്റെ വീട്ടിലുള്ളവരോട്. നീ എന്ത് വിചാരിച്ചടാ? നിന്റെ വീട് ഒന്നും ചെയ്യണ്ട. ഇവനൊക്കെ നല്ല താങ്ങ് കൊടുക്കണം. കാരണം നമ്മൾ ഇങ്ങനെ പ്രതികരിച്ച് ഓൺലൈനിൽ വീഡിയോ ചെയ്തിട്ട് യാതൊരു ഗുണവുമില്ല. കുറച്ച് കാലത്തേക്കൊന്നും അവരൊതുങ്ങും, വീണ്ടും ഈ പഴയ പരിപാടി തുടങ്ങും. ഇതിനൊക്കെ ഉള്ള പ്രതികരണം കിട്ടണമെങ്കിൽ നല്ല കൈച്ചൂട് അറിയിക്കണം, അല്ലാതെ ഇതിനൊന്നും രക്ഷയില്ല. നിന്റെ നാടറിയില്ല, ആരാന്നറിയില്ല, ഫേസ്ബുക്കിൽ കണ്ടല്ല, അതങ്ങനെ പോയിക്കോളന്ന് വിചാരിച്ചടാ. അവന്റെ ഒരു സോറി ഈ ചോദിച്ചതിന്റെ പെണ്ണിനോടല്ലേ? ഇനി മേലില് നീ ഒരു കോള് അനാവശ്യമായിട്ട് ഒരു വഴിക്ക് പോയി അറിഞ്ഞു കഴിഞ്ഞാ. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, എനിക്കിവിടെ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. മുട്ട, പച്ചക്കറി, മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ, ഇങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരിയുടെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ കൂടുതലും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന രീതിയിലാണ്. അതായത് നാച്ചുറൽ ഫാമിംഗ്. കുറച്ച് ബിസിനസ്സുകൾ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പല നമ്പറുകൾ, നമ്മുടെ ബിസിനസ് നമ്പർ കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഞാൻ മലേഷ്യ, ലക്ഷദ്വീപ്, കാശ്മീർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. ട്രിപ്പ് ചെയ്ത് നമ്മൾ ഈ വരുന്ന മെയ് 23-ാം തീയതി ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഈ തിരക്കുകൾക്കിടയിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ തിരക്കായതുകൊണ്ടും എന്ത് ചെയ്തു, നമ്മൾ എറൗണ്ട്സിന്റെ, അതായത് ട്രാവൽ കമ്പനിയുടെ നമ്പറാണ് കൊടുത്തത്. ആ നമ്പർ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ സൈനയാണ്. അപ്പൊ എന്ത് പറ്റി, പല കോളുകൾ വന്നു. കോൾ എടുക്കുന്നവരുടെയൊക്കെ വിചാരം ഞാനാണ് സംസാരിക്കുന്നതെന്നായിരുന്നു. പക്ഷെ നമ്മൾ അപ്പൊ തന്നെ പറയാൻ ഇന്ന ആളാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നിട്ട് ബുക്ക് ചെയ്ത് കൺഫേം ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് പിന്നെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാന്യമായി വിളിച്ച കാര്യങ്ങൾ സംസാരിച്ച കുറെ ആളുകൾക്കിടയിൽ കുറച്ച് കീടങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതെല്ലാ മേഖലയിലും അങ്ങനെയാണ്. കാരണം നല്ലവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കാൻ ഇതുപോലെയുള്ള കുറെ ഞരമ്പന്മാർ കാണും. സാമ്പത്തികം ഒരു പ്രശ്നമേ അല്ല. പെണ്ണിനെ കിട്ടുമോ, അതായത് ഒരു ദിവസം സ്റ്റേ ആണല്ലോ, നമ്മൾ അന്നേരം അവൈലബിൾ ആയിട്ടുണ്ടാവുമോ അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും എന്നാണ് അവരുടെ സംശയം. ഇങ്ങനെ ഒരു പെണ്ണിനോട് വിളിച്ചു ചോദിക്കുമ്പോൾ ആ പെണ്ണിനുണ്ടാവുന്നൊരു ദുരവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൊട്ട് മുമ്പ് വിളിച്ചവൻ എന്താ പറഞ്ഞ, അവന് കുടുംബം ഉണ്ടെന്ന്. ഈ പറഞ്ഞ കുടുംബം ഇങ്ങനെയുള്ള ട്രാവൽ ഏജൻസി നടത്തി ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർക്കും ഉണ്ടാകില്ലേ. ഇവർക്കൊക്കെ എന്ത് ചെയ്യാനാ? പ്രത്യേകിച്ച് ഇതിനൊന്നും പറയാനില്ല. ഇത് ഫേക്ക് ഐ ഡി എന്നൊന്നും അല്ല ഇവർ വിളിച്ച് അന്വേഷിക്കുന്നത്. സ്വന്തം ഫോൺ നമ്പറിൽ നിന്നും സ്വന്തം ഐ ഡി നിന്നും വിളിച്ച് സോഷ്യൽ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കാരണം നമുക്ക് സാധാരണ മോശം മെസ്സേജോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ചിത്രങ്ങളോ വരുന്നത് ഈ ഫേക്ക് ഐ ഡി എന്നാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നതോ
ഒറിജിനൽ ഐ ഡിയിൽ നിന്നാണ് ഇവൻ കിടന്ന് കൊണച്ചേക്കുന്നത്. മീഡിയയിൽ കണ്ട ഒരു പെണ്ണിന് വില പറയണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എത്രത്തോളം ധൈര്യം ഉള്ളതാന്ന് ഓർക്കണം. അപ്പൊ അതായത് നമ്മുടെ നാട്ടിലെ നിയമത്തെ ഇവിടെ വെല്ലുവിളിക്കുകയാണ് ചുരുക്കത്തിൽ ചെയ്തിരിക്കുന്നത്. കാരണം ഈ നിയമത്തിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ബോധമാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണമെങ്കിൽ ഗൾഫിലെ നിയമം ഇവിടെ നടപ്പാക്കണം. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതെല്ലാം പൊടുക്കി ഒതുങ്ങും. ഇതൊന്നും ആദ്യമായിട്ടായിരിക്കത്തില്ല ഇവനൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരുത്തൻ ഞാനാണെന്ന് കരുതി സൈനയായിട്ടാണ് സംസാരിച്ചത്. സൈനയോട് മോശം പറഞ്ഞ, അതായത് തന്റെ ഭാര്യയോട് മോശം പറഞ്ഞ ഒരുത്തനെ തിരിച്ചു വിളിച്ച് ഇന്നോ നാളെയോ മറ്റന്നാളോ നീ രക്ഷപ്പെടുമായിരിക്കും ഇങ്ങനെ മോശം പറഞ്ഞിട്ട്. പക്ഷെ മറ്റൊരു ദിവസം ഇതുപോലെ നീ ചെയ്യുന്ന ദിവസം നിന്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അവരുടെ ഫേസ് ഒന്ന് കാണിച്ച് വീഡിയോ ചെയ്യണമായിരുന്നു. അങ്ങനെയെങ്കിലും ഇവനൊക്കെ കുറച്ച് നാണം വെക്കട്ടെ. കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. മുമ്പത്ത് വന്ന് യഥാർത്ഥ മുഖം പുറത്ത് കാണിച്ചിരിക്കും. ഞാനാവണമെന്നില്ല, മറ്റാരെങ്കിലും ആയിരിക്കാം. ഞാനൊരു കുടുംബമുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെ വല്ല സംഭവമൊക്കെ ഹെലനോസ് പാർക്കൊക്കെ നേരെയാണ് ഉണ്ടായിരുന്നെങ്കിൽ പെൺകുട്ടി നല്ല അസലായിട്ട് മറുപടി കൊടുത്താൽ. നിനക്കൊരു അമ്മയോ അച്ഛനോ അല്ലെ, കാരണം ഇങ്ങനെ പെരുമാറുന്നവർക്ക് ഒരു നമ്മൾ വാണിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഇന്നോ ഇന്നലെയോ നടക്കുന്ന സംഭവമല്ല. ഓൺലൈനുള്ള കാലവും അതിനു മുമ്പും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ വന്നപ്പോൾ ഒരുപാട് കേസുകളൊക്കെ പൊങ്ങി വരുന്നു എന്ന് മാത്രം. ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ അവരറിയുന്ന ആ ഒരു നിമിഷം ഒന്ന് ഓർത്തേ. വീഡിയോ കേട്ടപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ റീച്ചും ഫെയിമും ഉള്ളവരും നേരിടുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് 1 ഇവനൊക്കെ കൈത്തണ്ടിന്റെ ചൂട് നല്ലോണം അറിയിക്കുക, 2 ഇവന്റെയൊക്കെ മുഖം പച്ചനെ കാണിച്ച് വീഡിയോ ചെയ്യുക. അപ്പം ഒരു മറുചോദ്യം വരുമായിരിക്കും, അവനും കുടുംബവും ഭാര്യയും അച്ഛനമ്മയൊക്കെ ഉള്ളതല്ലേ എന്ന്. അത് ഇങ്ങനെയുള്ള വൃത്തികെട്ട മെസ്സേജ് ഇടുന്ന മുമ്പ് അവൻ ചിന്തിക്കേണ്ട കാര്യമാണ്. അവനില്ലാത്ത ചിന്താഗതി നമുക്ക് തോന്നേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.